കാസർഗോഡ് ഷവർമ്മ കഴിച്ച 14 വിദ്യാർത്ഥികൾക്ക് ഭക്ഷ്യവിഷബാധ. പൂച്ചക്കാട് ബോംബെ ഹോട്ടലിൽ നിന്നാണ് ഷവർമ്മ കഴിച്ചത്. നബിദിനാഘോഷത്തോടനുബന്ധിച്ച് നടത്തിയ പരിപാടിയിലാണ് ഷവർമ്മ പാഴ്സലായി വാങ്ങിക്കഴിച്ചത്. അർച്ചന രവീന്ദ്രൻ വിവരങ്ങളുമായി. അർച്ചന, നേരത്തെ പല ഘട്ടങ്ങളിലായി ഷവർമ്മ കഴിച്ച് ഭക്ഷ്യവിഷബാധ എന്നുള്ള വാർത്തകൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ കാസർഗോഡ് നിന്നുള്ള റിപ്പോർട്ട് വരികയാണ്. 14 വിദ്യാർത്ഥികൾ ആശുപത്രിയിൽ. എന്താണ് അവരുടെ അവസ്ഥ? സ്മൃതി, അത് തന്നെയാണ്. നേരത്തെ നമുക്കറിയാം, ഷവർമ്മ കഴിച്ച് ഒരുപാട് ഇത്തരത്തിൽ അപകടങ്ങൾ ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു. ഇന്നലെയാണ് ഇത്തരത്തിൽ ഒരു സംഭവം കാഞ്ഞങ്ങാട്ടും നടന്നത് എന്നുള്ളതാണ്. അതായത് പൂച്ചക്കാട് ബോംബെ ഇത്തരത്തിൽ ഹോട്ടലിലാണ് ഇത്തരത്തിൽ വിദ്യാർത്ഥികൾ ഈ ഒരു ഷവർമ്മ കഴിച്ചത്. 14ഓളം പേര് വരുന്ന വിദ്യാർത്ഥികളാണ് ഷവർമ്മ കഴിച്ചത്. 13 പെൺകുട്ടികളും ഒരു ആൺകുട്ടി അടങ്ങുന്ന ഒരു സംഘമാണ് ഷവർമ്മ കഴിച്ചത്. എന്നാൽ അപ്പം തന്നെ ആ ഒരു സമയത്ത് തന്നെ കുട്ടികൾക്ക് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെടുക, അതായത് കുട്ടികൾക്ക് ഛർദിയും ഉൾപ്പെടെ തലവേദന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അനുഭവപ്പെടുകയും തുടർന്ന് കാഞ്ഞങ്ങാട്ട് സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്ന ഒരു സാഹചര്യം അടക്കം ഉണ്ടാവുകയായിരുന്നു. എന്നാൽ കുട്ടികളുടെ നില അതീവ പ്രശ്നങ്ങളൊന്നുമില്ല, കാര്യമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. എന്നാൽ നില അതീവ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തൊരു സാഹചര്യം തന്നെയാണ്. ചേട്ടാ, എന്തായിരുന്നു സംഭവം ഉണ്ടായിരുന്നത്? എപ്പോഴാണ് കുട്ടികൾ ഷവർമ്മ കഴിച്ചത്? ഇന്നലെ രാത്രി 10:30 മണിക്കായിരുന്നു. അതായത് പൂച്ചക്കാട് തെക്കുപുറം മദ്രസയിൽ നബിദിന പരിപാടി നടക്കുകയായിരുന്നു. 2 ദിവസത്തെ പരിപാടിയായിരുന്നു. ഇന്നലെ ആശ്വാസമായിരുന്നു. അവർക്ക് അവിടുത്തുള്ളവർക്കെല്ലാം ഭക്ഷണം തയ്യാറാക്കിയായിരുന്നു. അപ്പോൾ തികയാതെ വന്ന ഈ വളണ്ടറിമാരായ ഈ 14-15 കുട്ടികൾക്ക് ഭക്ഷണം തികയാതെ വരുമ്പോൾ അത് ആ ഹോട്ടലിൽ നിന്ന് ഷവർമ്മ വാങ്ങിക്കൊണ്ടുവന്നതാണ് ഇന്നലെ രാത്രി. കുട്ടികൾക്ക് ആ സമയത്ത് തന്നെ എന്തെങ്കിലും പ്രശ്നം, അതായത് അവർ പഴകിയതായെന്ന് തോന്നിയിരുന്നു? ഇല്ല, അവർക്ക് തോന്നിയില്ല. അവർ കഴിക്കുമ്പോൾ 1-2 കുട്ടികൾക്ക് ഒരു രുചി വ്യത്യാസം കണ്ടിരുന്നു. അങ്ങനെ 4 കുട്ടികൾ നന്നായിട്ട് കഴിച്ചു. അവർക്ക് ആണ് ഛർദി ആദ്യം അനുഭവപ്പെട്ടത്. ബാക്കിയുള്ള കുട്ടികൾ അല്പഭാഗം കഴിച്ചിട്ട് ബാക്കി കളഞ്ഞു എന്നാണ് പറഞ്ഞത്. അതിൽ ഒരു 13 പെൺകുട്ടികളും ഒരു ആൺകുട്ടിയായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പോൾ 4 കുട്ടികൾക്ക് കുറച്ച് സീരിയസ് ആണ്, കുറച്ച് പ്രശ്നങ്ങളുണ്ട്. ഇത് ഈ ഹോട്ടലിൽ മാത്രമല്ല, എല്ലാ ഹോട്ടലിലും ഈ ഷോറൂമിൽ സംഭവിക്കുന്നത് അധികാരികൾ ശ്രദ്ധിക്കാത്ത കാരണമാണ്. ഹെൽത്തുകാരും മറ്റും നോക്കുന്നത് പറയുന്നല്ലാതെ എല്ലാ ഹോട്ടലുകാരെന്താ പറയുന്നത്? നിങ്ങൾ അന്വേഷിച്ചപ്പോൾ തെറ്റ് സംബന്ധിച്ച് 4 ദിവസം മുമ്പാണ് ഞങ്ങൾ കുത്തിയെന്നും ഷവർമ്മ കുത്തിവെച്ചതെന്ന് പറഞ്ഞിട്ടുള്ളത്. അവർ പഴകിയ 4 ദിവസത്തെ മുമ്പുള്ള ചിക്കനാണ് ഇതിൻ്റെ അകത്ത് ഉണ്ടായിരുന്നു. അവർ സമ്മതിച്ചിട്ടുണ്ട്. പഴകിയ 4 ദിവസം മുമ്പുള്ള ചിക്കനായിരുന്നു. 4 ദിവസം മുമ്പുള്ള. ഇത്തരം സംഭവങ്ങൾ നിരന്തരം കാസർഗോഡ് ജില്ലയിൽ പരിസര പ്രദേശങ്ങളിലൊക്കെ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കുന്നത് ആരോഗ്യവകുപ്പിൻ്റെ തീർച്ചയായും അനാസ്ഥ മാത്രമാണ്. കാരണം ഒരു വിഷയം ഉണ്ടാകുമ്പോൾ മാത്രമാണ് അവർ അതിനകത്ത് അന്വേഷണം നടത്തുകയും വേണ്ട വിധത്തിലുള്ള കാര്യങ്ങൾ ചെക്ക് ചെയ്യുന്നത്. ഇത്തരം സംവിധാനം ആവർത്തിക്കുന്നതിന് മുമ്പേ മുൻകരുതൽ നിന്നുള്ള എല്ലാ ഹോട്ടലുകളിലും പരിശോധന നടത്തേണ്ടത് അനിവാര്യമാണ്. സ്മൃതി, ഇതിലെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് 4 ദിവസം മുമ്പേ കുത്തിവെച്ച ഒരു ചിക്കനായിരുന്നു, ചിക്കൻ്റെ ഒരു വിഭവമായിരുന്നു ഇത്തരത്തിൽ കുട്ടികൾക്ക് പാർസലായി നൽകിയതും. എന്നാൽ അതൊന്നും പരിശോധിക്കാതെ ഇവർ കഴിക്കുന്ന സാഹചര്യം അടക്കം ഉണ്ടായി. എന്തായാലും ഇത്തരത്തിൽ കുട്ടികളുടെ ആരോഗ്യ പ്രശ്നങ്ങൾ, ഇപ്പോൾ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഇല്ല എന്നുള്ള കാര്യമാണ് നമുക്ക് അറിയാനും സാധിക്കും. എന്തായാലും പോലീസ് കേസുമായി മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം തന്നെയാണ്. ഇന്നലത്തോടെ കുട്ടികളുടെ മൊഴിയും. സ്മൃതി, നിലവിൽ ഹോട്ടൽ അടപ്പിക്കുന്ന സാഹചര്യം ഒന്നും ഉണ്ടായിട്ടില്ല. ബേക്കൽ പോലീസ് കേസ് എടുത്തിട്ടില്ല. കേസ് രജിസ്റ്റർ ചെയ്യാനുള്ള ഘട്ടങ്ങളിലേക്കാണ് പോകുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാനും സാധിക്കുന്നത്. നമ്മളടക്കം ഈ ഒരു ഹോട്ടലിനെ സമീപിച്ചിരുന്നു. പക്ഷേ അവർ വേണ്ട വിധത്തിലുള്ള ഒരു വ്യക്തമായ ഒരു അഭിപ്രായങ്ങൾ ഒന്നും പറയുന്നില്ല. ഇവർ സമീപിച്ച സമയത്ത് അത്തരത്തിലുള്ള ഒരു ഖേദപ്രകടനം നടത്തിയ ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാനും സാധിക്കും. 14 കുട്ടികളും കഴിച്ച ഭക്ഷ്യവിഷബാധയേറ്റിരുന്നാൽ 4 കുട്ടികളുടെ അല്പം ഗുരുതരമാണ് എന്ന് തന്നെയാണ് ഇപ്പോൾ ബാക്കിയുള്ളവർ പറയുന്നത്.